ഞാൻ ചോദിച്ചത് ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായുണ്ട്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന ബോധ്യം അധികൃതർക്കുണ്ട്, പക്ഷെ നടപ്പിലാകുന്നില്ല. ഇത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിറവേറ്റണമല്ലോ, അല്ലാതെ ഇങ്ങനെയൊക്കെ നിയമത്തിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. അതെ, നിയമം മാത്രം പ്രാബല്യത്തിൽ വന്നാൽ പോരാ. ഇവിടെ ഡോക്ടർ സുഷമ പ്രഭു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. നേരത്തെ തന്നെ നമ്മൾ ഒരു പ്രശ്നം വരും എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി പ്രവർത്തിക്കാൻ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി വളരെ അടിയന്തിരമായി ഒരു കുട്ടി, ഇപ്പം നമ്മൾ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാം, ഒരു കുട്ടിയുടെ പുറകിൽ ഒരു 7 പട്ടികൾ ഓടിച്ചെല്ലുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബൈക്കിൽ ഒരാളവിടെ നിർത്തി ആ പട്ടികളെ ഓടിക്കാൻ പോകുന്ന ആ രംഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം മാത്രമല്ല, തെരുവ് നായ്ക്കളുടെ നിർമ്മാർജ്ജനം കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്, കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ്. ഞങ്ങൾ ഈ 16-ാം തീയതി ആനിമൽ ബർത്ത് കൺട്രോളിൻ്റെ ഒരു സെൻറ്റർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാമിൽ ഇതിൻ്റെ ഒരു ABC സെൻറ്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം 16-ാം തീയതി നടക്കുകയാണ്. വളരെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, കൊല്ലം ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടക്കമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് 16-ാം തീയതി നടക്കുന്നത്. ഒരു പരിധിവരെ ഇതിൻ്റെ ഒരു വന്ധ്യംകരണത്തോടൊപ്പം ഈ നായ്ക്കളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മൃഗങ്ങൾക്ക് നിയമമുള്ളതുപോലെ തന്നെ മനുഷ്യന്റെ ജീവനും ഏറ്റവും വിലയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ ഇന്ന് തന്നെ ചേർത്തലയിൽ എനിക്ക് തോന്നുന്നു 6 or 7 ആൾക്കാരെ നായ്ക്കൾ കടിച്ചു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ 8 വയസ്സുള്ള ഒരു കുട്ടിയെ പട്ടി കടിച്ചു. അപ്പോൾ ഓരോ രക്ഷകർത്താക്കൾക്കും, നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ അപ്പൂപ്പൻ നമ്മുടെ കൂടെ ചർച്ചയിൽ, ശശിധരൻ നമ്മുടെ ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും വളരെ തങ്ങളുടെ മക്കൾ നമുക്ക് ഏറ്റവും വലുതാണെന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. അവർ ഇല്ലാതാവുമ്പോൾ ഒരവസ്ഥ, ആ സാഹചര്യത്തിലൂടെയാണ് ഇനി നായ്ക്കൾ കടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഓരോ അംഗങ്ങൾ ഇല്ലാതാകുന്നത്. വലിയ കാര്യമാണ്. വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനിക്കും, പക്ഷെ അതുപോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാകുന്നുണ്ട്. വാക്സിൻ എടുത്തതിന് ശേഷവും കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പഠനം ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വാഗ്ദാനം നിരന്തരം ഇതിന് പരിഹാരമുണ്ടാകും, അടുത്ത വർഷം ഇതിങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് വീണ്ടും ഓരോ സമയത്തും വാക്സിൻ മാഫിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാകാനുള്ള ഒരു ശ്രമവും കൂടി അതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും എല്ലാ വർഷവും നിരന്തരവുമായി ഒരു കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുക എന്നതിനപ്പുറത്തേക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിരാശാജനകമായ കാര്യം.